നമസ്കാരം മാം. ശരിക്കും ഒരു SBT ജീവനക്കാരി എന്നുള്ള നിലയിൽ നിന്നിട്ട് ഈ ഒരു ചിത്രകാരി വരെ എത്തിപ്പെടാൻ പറ്റിയ ഒരുപാട് വഴികളുണ്ടാവും. അതിനെക്കുറിച്ച് എന്താണ് ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ ആ പടം വരച്ചിട്ട് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ വിട്ടു. സ്വപ്നയോടും ചോദിച്ചു ഞാൻ ഇത് അവിടെ പിന്നെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണോ എന്ന് ചോദിച്ചപ്പോൾ സ്വപ്നയാണ് എനിക്ക് ധൈര്യം തന്നത്. നീ ധൈര്യമായിട്ട് ചെയ്ത് പിന്നെ നിനക്ക് അതിൻ്റെ വില അറിഞ്ഞുകൂടാ, നീ അത് ധൈര്യമായിട്ട് വെക്കുന്നത്. പിന്നെ ബാക്കിയുള്ളവരുടെ അപ്രീസിയേഷനും കൂടെ കിട്ടിയപ്പോൾ എനിക്കൊരു ധൈര്യമായി. അങ്ങനെയാണത് അവിടെ കൊണ്ടുവന്നത്. ശരിക്കും മ്യൂറൽ പെയിൻറ്റിങ്സ് എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ തനതായിട്ടുള്ള മുഖച്ഛായയെ നമ്മൾ അതുപോലെ അല്ലേ, അതായത് വിശ്വാസ രീതിയെ അല്ലാന്നുണ്ടെങ്കിൽ ശ്ലോകങ്ങളെ എല്ലാം എടുത്ത് ഒരു മനുഷ്യൻ്റെ ദൃഷ്ടിക്കകത്തുകൂടെ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിലാണ് ഒറിജിനൽ മ്യൂറൽ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷേ എല്ലാ കലാരൂപങ്ങൾക്കും കാലാന്തരത്തിൽ വന്നൊരു മാറ്റം ഉണ്ടല്ലോ, ആ മാറ്റം ഇതിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓരോ പുതിയ പുതിയ ആൾക്കാർ അവരുടെ ഇന്നോവേഷൻസ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് അവരുടേതായ സ്റ്റൈലിൽ പുതിയ പുതിയ ഇത് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ചോദിച്ചു വന്നത് ശരിക്കും ഇങ്ങനെ ഒരു പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു എക്സിബിഷന് വേണ്ടിയിട്ടായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ എക്സിബിഷനിൽ വെക്കുന്നത് ആൾക്കാർ വന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചാലുമായി. ശരിക്കും ഇത് വരച്ച് കഴിഞ്ഞതിന് ശേഷം ആർക്കെങ്കിലും കൊടുക്കാനായിട്ടുള്ളൊരു മനസ്സുണ്ടാവുമോ? ഞാൻ ഇപ്പോഴും അത് ഒരു വിലയ്ക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. കാരണം എൻ്റെ ഒരു തൃപ്തിയാണ്, ഞാൻ എല്ലാ കാര്യത്തിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇനി ഭാവിയിൽ അങ്ങനെ ആണെങ്കിൽ, പക്ഷേ അങ്ങനെ ഒരു വിൽപ്പനയ്ക്ക് ഞാൻ തയ്യാറാകുമ്പോൾ അത് ഒരു കുറ്റമറ്റ ഒരു ഇതായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആ ഒരു ലെവലിൽ എത്താനാണ് എൻ്റെ ശ്രമം. ഓക്കെ, അപ്പം എന്തായിരുന്നാലും ഇതൊരു 3 months ആയിട്ടേ ഉള്ളൂ, ഒരു വർക്ക് തുടങ്ങിയിട്ട് 3 months ആയിട്ടേ ഉള്ളൂ. പക്ഷെ ഒരു 3 മാസം കൊണ്ട് ഇതിനകത്ത് ഇത്രയും വളരെ നല്ല രീതിയിൽ അവർ ഫിനിഷിംഗ് കൊണ്ടുവരിക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇനി കൃഷിയിൽ നിന്നിട്ട് ശരിക്കും ഒരു പെയിൻറ്റിങ്ങിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ചിത്രകാരി എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് വരാനുണ്ടായ കാര്യം എന്താണ്? ഇപ്പോൾ നമുക്ക് SBT ജീവനക്കാരി ആയിരുന്നിട്ട് കൃഷിയിലേക്ക് ചെന്ന കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ കൃഷിയിൽ നിന്നിട്ട് ശരിക്കും ഒരു ചിത്രകാരി എന്ന് പറയുന്ന ഒരു ചിത്രകാരി മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യുന്നുണ്ട്. കാലിഗ്രാഫി, അതുപോലെ തന്നെ സാരി വർക്ക് ചെയ്യുന്നുണ്ട്, പോട്ട് പെയിന്റിങ്, എന്താണ് പോട്ട് പെയിന്റിങ്, ഓക്കെ, പോട്ട് പെയിന്റിങ് ചെയ്യുന്നുണ്ട്, ഇഷ്ടമാതിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിലോട്ട് എങ്ങനെയാണ് ഈ ഒരു കടന്നുകയറ്റം? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ചെറുകഥകൾ എഴുതുന്നുണ്ട്. അപ്പം ഇതിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? ഇതിലേക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഫുള്ള് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോസുണ്ട്. അപ്പം പിന്നെ അതെല്ലാവരും അതങ്ങ് മറക്കണം, അതങ്ങ് കഴിഞ്ഞ കാലമാണ് എന്ന് പറയാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് മറന്നിട്ട് എനിക്കൊരു ജീവിതമില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരുപാട് ഫോട്ടോസ് വെച്ചപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ വരച്ച ഒരു പടം, നല്ല ചേട്ടൻ്റെ ആ ഒരു പെർഫെക്ഷനോട് കൂടിയ ഒരു ഫോട്ടോ, എൻ്റെ ഒരു ഞാൻ വരച്ച ഒരു സ്കെച്ച് എനിക്ക് ഫ്രെയിം ചെയ്ത് വെക്കണം എന്നൊരു ആഗ്രഹമാണ് എൻ്റെ വരയുടെ തുടക്കം. അത് അവിടുന്ന് പിന്നെ എനിക്കൊരു നല്ല ടീച്ചറിനെ കിട്ടി. പിന്നെ 1-2 ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് പഠിച്ചു. അതിനെല്ലാം ബ്രേക്ക് വന്നു. എൻ്റെ ഫാമിലിയുടെ ഒരു പ്രശ്നങ്ങളുടെ ഇടയിൽ എനിക്ക് പല ബ്രേക്കും വന്നു. എങ്കിൽ പോലും എനിക്ക് വരയ്ക്കാൻ പറ്റി. പിന്നെ എനിക്ക് ആ വരയ്ക്കാൻ തുടങ്ങിയ സമയത്ത് ഒരു 10-40 വർഷത്തിന് ശേഷം പെൻസിൽ എടുക്കുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എൻ്റെ കൈ വഴങ്ങുമോ, എനിക്കിനിയും വരയ്ക്കാൻ പറ്റുമോ. കുട്ടികളുടെ റെക്കോർഡൊക്കെ വരയ്ക്കുന്ന ഇതല്ലാതെ ഞാൻ വരച്ചിട്ടേ ഇല്ല. സ്കൂൾ സമയം കഴിഞ്ഞിട്ട് ഞാൻ വരച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കിട്ടി ആദ്യമായിട്ട്. അപ്പോൾ പിന്നെ എന്നാ വരയ്ക്കണം, അപ്പോൾ ഇനി കൂടുതൽ പഠിക്കണം, വരയ്ക്കണം. ശരിക്കും 40 വർഷത്തിന് ഇടവേളയ്ക്ക് ശേഷമാണ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കയ്യിൽ പെൻസിൽ എടുത്തത്. അതെ. ഓക്കെ, അപ്പോൾ ശരിക്ക് ആലപ്പിയായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അല്ലേ? SBTയിൽ ആലപ്പിയായിരുന്നു. ആലപ്പിയിൽ നിന്നിട്ട് പെട്ടെന്ന് കുമളിയിലേക്ക് പോയി. അവിടെ ഒരു വലിയൊരു ഏരിയ നിങ്ങൾ സ്വന്തമാക്കുന്നു, അതിനകത്ത് കൃഷി നടത്തുന്നു. ആ കൃഷി വളരെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വളരെ വലിയ രീതിയിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിത്തരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ ഓരോ മനുഷ്യനും ജനിക്കുമ്പോൾ തന്നെ ഒരു നിയോഗമുണ്ട്. ഈശ്വരന് ചില കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതെല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പോൾ നമ്മളെ ആ ഒരു വഴിയിലേക്ക് അതാത് സമയങ്ങളിൽ ഓരോ നിമിത്തങ്ങൾ ഉണ്ടാക്കി നമ്മളെ അവിടെ കൊണ്ടെത്തിക്കും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങളൊരു പിന്നെ പ്ലാനിങ്ങോടുകൂടിയല്ല കുമളിയിൽ സ്ഥലം വാങ്ങിച്ചത്. പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമെന്ന് തന്നെ പറയാം. ഒരു കല്യാണത്തിന് പോയി, അവിടെ ഒരു കല്യാണത്തിന് ചേർന്നു. ആ പയ്യൻ്റെ വീട്ടിൽ പോകേണ്ടി വന്നു. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ്
അവിടുത്തെ നല്ല പിന്നെ വർണ്ണാഭമായ പൂന്തോട്ടം ഇതെല്ലാം കണ്ടപ്പോൾ പിന്നെ നല്ല പിന്നെ ആരോഗ്യമുള്ള വാഴക്കൊല അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിനെ അങ്ങ് പിടിച്ചൊലച്ചു അത്. എങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങോട്ടൊന്ന് ഒരു ഷിഫ്റ്റിങ് നടത്തിക്കൂടാ, നമുക്ക് ഈ ലോകത്തോട്ട് എന്തുകൊണ്ട് വന്നുകൂടാന്ന് ആലോചിച്ചു. അപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ആ ഒരു സ്പോട്ടിൽ അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും ഇത്രയും ദൂരം വന്ന് നമുക്ക് താമസിക്കാൻ പറ്റുമോ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. പക്ഷേ അങ്ങനെ നമ്മൾ ആ ഒരു കമൻറ്റ് പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നുകൂടാന്ന് പറഞ്ഞത് പിന്നെ ഞങ്ങളെ അവിടെ ഒരു സ്ഥലം വാങ്ങിച്ച് അവിടെ താമസം തുടങ്ങുന്നതിലേക്ക് എത്തിക്കുകയായിരുന്നു. അങ്ങനെ വന്നു. നല്ലൊരു സ്കൂളുണ്ടായിരുന്നു, അതാണ് അങ്ങോട്ട് വരാനുള്ള ഏറ്റവും വലിയ ഒരു നമ്മുടെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം ഞങ്ങളൊരു 4 കിലോമീറ്റർ ദൂരത്തായിരുന്നു ടൗണിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കര കംഫർട്ടബിളായിട്ടൊരു പിന്നെ സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇതൊരു ശരിക്കും ഒരു കുഗ്രാമമാണ്. എവിടെയെന്ന് പറഞ്ഞാൽ മഴ വന്നു കഴിഞ്ഞാൽ മഴക്കാലമായ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും, കറണ്ട് പോകും. പിന്നെ ഒരു 7-8 ദിവസത്തേക്ക് ചിലപ്പം കറണ്ട് കാണത്തില്ല. വെച്ചാൽ മരങ്ങൾ ഒടിഞ്ഞ് ലൈനിൽ വീണ് കഴിഞ്ഞാൽ ലൈൻമാൻ വന്നത് മരം മുറിച്ച് മാറ്റിയിട്ടേ നമുക്ക് കറണ്ട് വരത്തുള്ളൂ. അതിന് ചിലപ്പോൾ ദിവസങ്ങളോടെ എടുക്കും. ഒരിക്കൽ 8 ദിവസം കറണ്ട് ഇല്ലായിരുന്നു. ആ 8 ദിവസം ഞങ്ങൾക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ല. പത്രം വരത്തില്ല. പിന്നെ പത്രം അല്ലെങ്കിൽ നമുക്ക് വളരെ റെയറാണ് പത്രം. അവിടെ പത്രം വായിക്കുന്ന ആൾക്കാർ കുറവാണ്. പത്രം അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഒരു ഇത് മനസ്സിലാകുമല്ലോ എത്രമാത്രം കുഗ്രാമമാണെന്നുള്ളത്. പിന്നെ ഫോണില്ല, പിന്നെ യാതൊരു കണക്ഷനും ഇല്ലാതെ നമ്മൾ ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ട് ആ ഒരു ഞങ്ങൾ താമസിച്ചേതാണ്ട് ഒരു 10-12 ഏക്കറിന് നടുക്ക് ഒരു സ്ഥലത്തായിരുന്നു. പിന്നെ നമ്മുടെ ജോലിക്കാർ വരും രാവിലെ. അവിടെ ഭയങ്കര നിഷ്കളങ്കരായ കുറേ ആൾക്കാരാണ്. നമുക്ക് ഈ പട്ടണത്തിൻ്റെതായ മുഖമൂടികളൊന്നുമില്ല, വക്രതയില്ല, വളരെ അതാണ് ആ ഒരു സ്ഥലത്ത് നമുക്ക് ജീവിക്കാൻ ഏറ്റവും സുഖപ്രദമായിട്ട് തോന്നിയത്. പിന്നെ ഫ്രഷായിട്ടുള്ള എയർ തൊട്ടെല്ലാം ഫ്രഷായിട്ട് എയർ, പാല്, പച്ചക്കറികൾ, എല്ലാ സാധനങ്ങളും, അരി, എല്ലാ സാധനങ്ങളും നമുക്ക് ഫ്രഷായിട്ട് കിട്ടുമായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ കൃഷി ഒരിക്കലും ലാഭകരമായ ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ആൾക്കാർ ഇതിലേക്ക് വരാനും മെയിനായിട്ട് വിമുഖത കാണിക്കുന്നത്. നമ്മൾ പാഷനായതുകൊണ്ട് മാത്രം ഇതിലേക്ക് വന്നതാണ്. എങ്കിലും ഈ കൃഷിയിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ഒരു ഇഷ്ടമുള്ളവർക്ക് ഒരു ചെടിയെ നല്ല ആരോഗ്യമായിട്ട് വളരുന്നൊരു ചെടി കാണുമ്പോൾ ഉള്ള ഒരു അനുഭൂതി ഉണ്ടല്ലോ, അതിനെ ഒരു അനുഭൂതി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു വികാരം അത് നമുക്ക് പറഞ്ഞ് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് അനുഭവിച്ചേ അറിയാൻ പറ്റുള്ളൂ. ശരിക്കും ഈ കൃഷി നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ? അവിടെ ജീവിക്കുന്നിടത്തോളം കാലം കൃഷി ഓവറോൾ നമുക്ക് നഷ്ടം ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് മെയിൻ വിളകൾ ഏലം, കുരുമുളക്, കാപ്പിയായിരുന്നു. അതിൻ്റെ കൂടെ പാഷനായിട്ടാണ് പച്ചക്കറി കൃഷിയും മറ്റുള്ള ഐറ്റം വൈസ് നോക്കിയാൽ ചിലത് നമുക്ക് ലാഭം തരും, ചിലത് ഭയങ്കരമായ നഷ്ടം ഉണ്ടാകും. പക്ഷെ ഓവറോൾ ലാഭം നഷ്ടമില്ലാത്ത രീതിയിൽ പോയി. പിന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് സാലറി ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കൊരു എമർജൻസി വന്നാൽ കുറച്ച് ഫണ്ട്സ് റേസ് ചെയ്യണമെങ്കിൽ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ വിളവ് നഷ്ടത്തിൽ കൊടുത്താലേ ആ സമയം ഫേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കതല്ലാതെ അവിടെ മാറ്റി വെച്ചിട്ട് ഏലം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഏലവോ കുരുമുളകോ സ്റ്റോക്ക് ചെയ്യും. വില വരുമ്പം കൊടുക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് നമുക്ക് സാലറി ഉള്ളത് കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു. അതൊരു നല്ലൊരു കാര്യമാണ്. വേറൊരു ഇൻകം കൂടെ ഉള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, അല്ലാത്തവർക്ക് നല്ല ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഗവൺമെൻറ് അതിന് വേണ്ട സപ്പോർട്ടൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ചെയ്യാൻ പറ്റും. ശരിക്കും അവിടുത്തെ പശ്ചാത്തലം എന്ന് പറയുമ്പോഴത്തേനും ഇതുപോലെ പച്ചപ്പും ശരിക്കുള്ള ശുദ്ധമായിട്ടുള്ള വായുവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അവിടെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആരോഗ്യസ്ഥിതി? ആരോഗ്യം വളരെ 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 പറഞ്ഞാൽ നിസ്സാരമായിട്ട് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്കും നല്ല ആരോഗ്യമായിട്ട് തന്നെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റി. എനിക്ക് കുറച്ച് അലർജി പ്രശ്നങ്ങളുണ്ടായിരുന്നു തണുപ്പിൻ്റേതായ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പനിയോ ഒരു അസുഖങ്ങളും വരാറില്ല. ഒന്നാമത് വിഷമോ ഒന്നും ഇല്ലാത്ത നല്ല പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. എല്ലാം മിക്കവാറും ആൾക്കാർക്കൊന്നും അങ്ങനെ പുറത്തുനിന്ന് പച്ചക്കറിയൊന്നും വാങ്ങിക്കേണ്ടി വരാറില്ല. കുറച്ചൊരു 50 സെൻറ്റ് സ്ഥലമാണെങ്കിൽ പോലും അവിടെ ഒരു 50 സെൻറ്റൊക്കെയാണ് മിനിമം ആൾക്കാർക്ക്. പിന്നെ അപ്പോൾ ആ 50 സെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട് കഴിഞ്ഞു പോകാനുള്ള 1-2 വാഴയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പിന്നെ നല്ലൊരു മണ്ണും നല്ല കൃഷിക്ക് പറ്റുന്ന ഒരു സ്ഥലമാണ്, മണ്ണും കാലാവസ്ഥയും എല്ലാം. അതുകൊണ്ട് എന്തെങ്കിലും പട്ടിണി കിടക്കേണ്ടി വരത്തില്ല. അങ്ങനെ ഒരു മെച്ചമുണ്ട്. കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കുറവാണ്. പിന്നെ എല്ലാ ആൾക്കാരുടെ വീട്ടിലും ഒരു പശുവൊക്കെ കാണും. അങ്ങനെ പ്രകൃതിയും കൃഷിയും ഒക്കെ അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യം വളരെ അതെ അതെ അതെ. ഇവിടെ പട്ടണത്തിലാണെന്നുണ്ടെങ്കിൽ
കിട്ടുന്നതിന്റെ പകുതിയും ഹോസ്പിറ്റലിൽ ചെലവഴിക്കേണ്ട ഒരു സമയമാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാലഘട്ടം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വ്യായാമം. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വ്യായാമം ഉണ്ടാകും. കൃഷിയുടെ കൂടെ തന്നെ കൃഷിയുണ്ട്. പിന്നെ ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, നല്ല കയറ്റം ഉറക്കമുള്ള സ്ഥലമാണ്. പിന്നെ ആൾക്കാരങ്ങ് ഓട്ടോയൊന്നും ഇതുപോലെ അങ്ങ് ഡിപ്പെൻഡ് ചെയ്യാറില്ല. ഒരുപാട് ദൂരം നടന്നു പോകുന്ന അത് അവരുടെ ശീലമാക്കിയതാണ്. എല്ലാം വളരെ സന്തോഷകരമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ തന്നെ പെട്ടെന്നാണ് നിങ്ങളുടെ ലൈഫിനെ പിടിച്ചു കുലുക്കുന്ന തരത്തിൽ ഹസ്ബൻഡിന്റെ ഒരു വേർപാട് വന്നത്. വേറെ ഒരു രീതിയിലും വേറെ ഒരു മേഖലയിലും എക്സ്പീരിയൻസ് ഇല്ല. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥ എന്നുള്ള ഒരു രീതി അല്ലാണ്ട്, കൃഷിയിലും അത്യാവശ്യം ചെയ്യുന്നു എന്നുള്ള രീതി അല്ലാണ്ട്. പക്ഷെ അങ്ങനെ ഒരു വ്യക്തി ഇതുപോലുള്ള ഒരു ഏരിയയിൽ നിന്നിട്ട് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങനെ സർവൈവ് ചെയ്യും? കൃഷിയിലാണെങ്കിലും എനിക്ക് എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ഇതില്ലായിരുന്നു, എൻ്റെ സ്റ്റാൻഡ് ഇല്ലായിരുന്നു. എല്ലാ ഹസ്ബൻഡ് പറയും ഇന്ന പോലെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യുന്നുള്ളതല്ലാതെ എനിക്കൊരു ട്രെയിനിങ് കിട്ടി എന്നുള്ളത് സത്യമാണ്. പക്ഷേ എൻ്റെ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവൊന്നും എനിക്കില്ലായിരുന്നു. അവിടെ നിന്നൊരു ഭയങ്കര എനിക്കത് ഉൾക്കൊള്ളാൻ തന്നെ കുറേ സമയമെടുത്തു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചിന്തിച്ചത് ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നില്ല. അതാണ് ആദ്യം ചിന്തിച്ചത്. എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരാളിൻ്റെ ഒരു വിടവ് എനിക്ക് നികത്താനോ പിന്നെ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനോ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു. പിന്നീടത് വിചാരിച്ച പോലെ അത് നടപ്പിലാക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ ജീവിതം എനിക്ക് കളയാൻ പറ്റത്തില്ല. അവർക്കൊരു ഭാവിയുണ്ട്. അപ്പോൾ അത് ഞാനായിട്ട് ഇല്ലാതാക്കാൻ എനിക്ക് അതിന് അവകാശമില്ല. പിന്നെ ഞാൻ ആലോചിച്ചപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങൾ നന്നായിട്ട് ജീവിക്കുക എന്നുള്ളതായിരുന്നു. ഞങ്ങളുടെ കണ്ണുനീരോ ഞങ്ങളുടെ വിഷമമോ കാണാൻ കരുത്തില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ ആ ആളിന് ഏറ്റവും വലിയ സ്വപ്നം ഞങ്ങളുടെ സന്തോഷമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഞങ്ങളെ സ്നേഹിച്ചതിന് എനിക്ക് സ്നേഹം കൊടുക്കണമെങ്കിൽ നന്നായിട്ട് ജീവിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു വഴിയില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ എന്തും ആയിക്കോട്ടെ ഞാൻ ഇനി നന്നായിട്ട് ജീവിക്കും എന്നൊരു തീരുമാനത്തിൽ അങ്ങ് മുമ്പോട്ട് പോയി. അപ്പോഴും എന്ത് ചെയ്യണം വെച്ചാൽ ആ ഒരു ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ടിരുന്നു. 24 hours ഞങ്ങൾക്ക് മതിയാകാതെ വന്നിട്ടുണ്ട്. ഇരുട്ടായി കഴിയുമ്പോൾ പറമ്പിൽ നിന്ന് കയറാൻ തോന്നത്തില്ല. നമ്മുടെ കൃഷി സ്ഥലത്തൊന്ന് അത് വിട്ടിട്ട് പിന്നെ എന്തെങ്കിലും ചെയ്യണം, നാളെ എങ്ങനെയെങ്കിലും ഒന്ന് രാവിലെ ആയാൽ മതി ചെയ്യണം, അങ്ങനെ ഒരു ആവേശത്തിലാണ് ഓരോ ദിവസവും പിന്നെ അവസാനിപ്പിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് പെട്ടെന്നൊരു 2 മുറി ഫ്ലാറ്റിലോട്ട് വന്നപ്പോൾ ഭയങ്കര ശൂന്യതയായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, എവിടെ തുടങ്ങണമെന്ന് വന്നു. ആലപ്പുഴയ്ക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ പുതിയ ആൾക്കാർ എന്നെ മനസ്സിലാക്കാനോ എന്നെ ഉൾക്കൊള്ളാനോ പറ്റുന്നൊരു ആൾക്കാരുടെ ഇടയിലല്ല ഞാൻ വന്നത്. ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന ആ ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് അങ്ങ് മാറി. അപ്പോൾ അത് പിടിച്ചു നിൽക്കാനായിട്ട് എനിക്ക് എൻ്റെ മക്കൾ മാത്രമേ ഉള്ളായിരുന്നു അന്ന്. ഞങ്ങൾ 3 പേരും കൂടെ ആ മുറിയിലിരുന്ന് ഷെയർ ചെയ്ത് ഞങ്ങളുടെ വിഷമങ്ങൾ ഷെയർ ചെയ്ത് പിന്നെ പതിയെ എങ്ങനെ ഓരോരോ കാര്യങ്ങളിലേക്ക് പിന്നെ ഒരുപാട് വിഷമിച്ചിരിക്കാനും പറ്റിയില്ല. കാരണം കുമളിയിലെ സ്ഥലം എന്തെങ്കിലും ചെയ്യണം. ആ ഒരു മാസത്തിനകം തന്നെ അത് ലീസിന് കൊടുക്കേണ്ടി വന്നു. അതൊക്കെ ഭയങ്കരമായ പരീക്ഷണങ്ങളായിരുന്നു. ആ ലീസിൻ്റെ എഗ്രിമെൻ്റ് എങ്ങനെ എഴുതണമെന്ന് അറിഞ്ഞൂടാ, ഒരാളിനോട് സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് പേരുടെ സപ്പോർട്ട് കിട്ടി. പറഞ്ഞറിയിക്കാൻ മേലാത്ത കാരണം പിന്നെ ഒരുപാട് പേരുടെ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ പല മുഖങ്ങളും നമുക്ക് വിശ്വസിക്കാവുന്നതാണോ അല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഒരുപാട് പേര് നമ്മളെ അടുത്തേക്ക് വരും. അതിൽ ചതിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്, നമ്മളോട് സിൻസിയറായിട്ട് വരുന്നവരുണ്ട്. അവരെയൊക്കെ തിരിച്ചറിഞ്ഞ് നിൽക്കാൻ പറ്റി എന്നുള്ളതൊരു വലിയ നേട്ടമായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ അങ്ങനെ ആ ഒരു ഘട്ടം കടന്നു കിട്ടി. അപ്രതീക്ഷിതമായിട്ട് വിയോഗത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു തരണം ചെയ്തു വന്ന രീതി എങ്ങനെയാണ്, അതിന് എന്തൊക്കെ കരുത്ത് എങ്ങനെ നേടി ആർജിച്ചെടുത്തു എന്നുള്ളൊരു കാര്യം ഒന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് വളരെയധികം സഹായകരമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ശരിക്കും എനിക്ക് 2 ചോദ്യങ്ങളാണ് ഉത്തരം പറയേണ്ടതായിട്ട് വന്നത് മറ്റുള്ളവരോട്. ഒന്ന്, ഞാൻ ജോലി കളഞ്ഞതിന് ഒരുപാട് വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് നേരത്തെ തന്നെ. ജോലി കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിട്ടായിരുന്നു ഇത്. അതൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ തിരിച്ച് ആലപ്പുഴ വന്നപ്പോഴത്തേക്ക് എല്ലാവരും പറയാൻ തുടങ്ങി വല്ല ആവശ്യം ഉണ്ടായിരുന്നു ആ ജോലി കളയേണ്ടത്, ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ബുദ്ധിമുട്ട് വരുമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ സാമ്പത്തിക പ്രതിസന്ധി നന്നായിട്ട് വന്നു. കാരണം ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന ആ വലിയ ഇൻകം അങ്ങ് ഇല്ലാതായി. പിന്നെ മാസം തോറും കിട്ടിക്കൊണ്ടിരുന്ന സാലറി ഇല്ലാതായി. അത് ചുരുങ്ങി ഒരു ചെറിയ പെൻഷനിലേക്ക് വന്നു. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലിക്വിഡ് ക്യാഷ് എല്ലാം കൂടെ കൊടുത്തിട്ടാണ് ഞാൻ ആലപ്പുഴ ഒരു ഫ്ലാറ്റ് എനിക്ക് വാങ്ങിക്കേണ്ടി വന്നത്. എനിക്ക് വന്നിട്ട് അവിടെ താമസിക്കാൻ സ്ഥലമില്ലായിരുന്നു. അപ്പോൾ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു.
എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട് വന്നു. ആ സമയത്ത് എനിക്കറിയാം എന്നെ ആരും സഹായിക്കാൻ പോകുന്നില്ല, എനിക്ക് കുറ്റപ്പെടുത്തലുകൾ കൂടത്തേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും എൻ്റെ അടുത്ത് ജോലി വേണ്ടാന്ന് വെക്കാൻ എന്നെ നിർബന്ധിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ജോലി വേണ്ടാന്ന് വെച്ചാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കിട്ടിയ ഒരു ജോലി, ഞാൻ ടെസ്റ്റ് എഴുതി എനിക്ക് ആരുടെയും പുറകെ നടക്കാതെ കിട്ടിയൊരു ജോലിയാണ്, അതെനിക്ക് എന്ന് വേണ്ടാന്ന് തോന്നുന്നു അന്നേ ഞാൻ കളയുള്ളൂ. എൻ്റെ അടുത്ത് അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ അങ്ങനെ ഒരു ഞങ്ങളുടേതായ സ്പേസ് എല്ലാ കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നൊരു ഫാമിലിയായിരുന്നു. മക്കൾക്കാണേലും അതെ, ഒരു കാര്യത്തിലും ആരും ഒരാളെ നിർബന്ധിച്ചൊന്നും ചെയ്യിക്കാറില്ലായിരുന്നു, ഫുൾ ഫ്രീഡമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ സ്വയം വേണ്ടാന്ന് വെച്ചൊരു ജോലി ഹസ്ബൻഡ് കളയിച്ചു എന്നാണ് മറ്റുള്ളവരത് വ്യാഖ്യാനിച്ചത്. അപ്പോൾ എനിക്ക് അവരുടെ മുമ്പിൽ എൻ്റെ ഹസ്ബൻഡിനെ ചീത്തയാക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മറ്റുള്ളവരെ എനിക്ക് അറിയിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഉള്ളിൽ ഭയങ്കരമായ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടപ്പോഴും എൻ്റെ ഒരേ ഒരു ലക്ഷ്യം പുറത്ത് നല്ലതായിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്ന് ഉള്ള ഒരു രീതിയിൽ ജീവിക്കണം. അതായിരുന്നു അന്നത്തെ ഒരു വലിയ വെല്ലുവിളി. അതിനെ ഞാൻ അതും ഓവർകം ചെയ്തു. പിന്നെ മോളുടെ കല്യാണം, അത് ഏകദേശം ഞാൻ തന്നെ അതിന് ഓടി നടന്ന് ചെയ്യേണ്ടി വന്നു. അപ്പം അതിനൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറേ ഡ്രീംസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സ്ഥലത്ത് വെച്ചിട്ട് പ്രകൃതിക്ക് അനുയോജ്യമായ ഒരു രീതിയിലൊരു കല്യാണം, ഒരു വേറിട്ടൊരു നമ്മുടേതായ ഒരു സ്റ്റൈലിലൊരു കല്യാണം നടത്തണം എന്നുണ്ടായിരുന്നു. ലളിതമായ ഒരു ഓഡിറ്റോറിയം ഒന്നും അല്ല, നമ്മുടെ സ്ഥലത്ത് ഒരു പന്തലൊക്കെ കെട്ടി അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെല്ലാം വിട്ടിട്ട് ആർഭാടമായിട്ട് തന്നെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവിടെയും എനിക്കറിയാം മറ്റുള്ളവർ നമ്മളെ അളക്കാനുള്ള ഒരു അവസരമാണ് ഈ കല്യാണം. എന്തെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ അത് വരും. അപ്പോൾ അതും ഉണ്ടാകരുത്. അങ്ങനെ എല്ലാ ഇതും വെല്ലുവിളികളെ തരണം ചെയ്യാൻ പറ്റി. ശരിക്കും എനിക്ക് തോന്നുന്നു നിങ്ങൾ 3 പേരും തമ്മിൽ, അതായത് അമ്മയും 2 മക്കളും, അപ്പോൾ നിങ്ങൾക്ക് 3 പേർക്കും ഇടയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ടായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാതെ താങ്ങി അല്ലേ, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യണം എന്നുള്ളൊരു പൂർണ്ണമായിട്ടുള്ളൊരു വീക്ഷണം ഉണ്ടായിരുന്നു. ശരിക്കും അത് തന്നെയാണ് കൂടെ എന്താണ് നമ്മുടെ ഫാമിലിക്കകത്ത് നിൽക്കുന്ന ആൾക്കാർ തമ്മിൽ തന്നെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറത്തുനിന്ന് വന്ന ഒരുപാട് വെല്ലുവിളികളെ തരണം ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഈ ഒരു ലൈഫ് ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് ചിത്രരചന എന്ന് പറയുന്ന ആ ഒരു കല നിങ്ങളെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാനസികമായിട്ടാണെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നടത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു ചിത്രരചന പഠിക്കണമെന്ന് തോന്നിയത് എപ്പോഴായിരുന്നു? അത് ഈ സമയത്ത് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഹസ്ബൻഡ് പടം വരച്ച് എനിക്ക് വീട്ടിൽ വെക്കണം എന്നുണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളായിരുന്നു എനിക്കൊരു ശരിക്കൊരു ആഗ്രഹം. പക്ഷേ അത് മാത്രം വരയ്ക്കാൻ പറ്റത്തില്ലല്ലോ, ഒരു തുടക്കമില്ലാതെ വരയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് വരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോഴാണ് എവിടെ തുടങ്ങണമെന്ന് അറിഞ്ഞുകൂടാ, ശരിക്കും എന്ത് പെൻസിലാണ് വാങ്ങിക്കേണ്ടതെന്നൊന്നും പോലും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു സാറ് വന്നു, ഡ്രോയിങ് പഠിപ്പിക്കാനൊരു സാറിനെ കിട്ടി. കൊച്ചു പയ്യനെ, എൻ്റെ മോളുടെ പ്രായമേ ഉള്ളായിരുന്നു. ആ കുട്ടി വന്ന് എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെയാണ് വര തുടങ്ങിയത്. ആ സമയത്ത് ജോലിയും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലായിരുന്നു. ബാങ്കിലെ ജോലി ഞാൻ 2008 VRS എടുത്തു. അത് കഴിഞ്ഞ് 5 വർഷം കുമളിയിൽ താമസിച്ചിട്ടാണ് ആലപ്പുഴയ്ക്ക് വന്നത്. ശരിക്കും ഇപ്പോൾ ഇതുവരെ എത്തി നിൽക്കുമ്പോൾ ജീവിതത്തിൽ എന്താണ് തോന്നുന്നത് ഈ ഒരു സിറ്റുവേഷൻ? ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ ഈ മോഡേൺ കാലഘട്ടത്തിൽ പൈസയും പദവിയും പ്രശസ്തിയും ഒക്കെ വാല്യൂ ചെയ്യുന്ന, അതാണ് ജീവിതത്തിൻ്റെ വിജയം എന്ന് കരുതുന്ന ഒരു സമൂഹത്തിൽ എൻ്റെ ജീവിതം ഒരു വിജയമല്ല, ആയിരിക്കില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതം ഒരു വിജയമാണ്. കാരണം എൻ്റെ ഒരു ചിന്താഗതി, എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്, എൻ്റെ ജീവിതം എനിക്കോ മറ്റുള്ളവർക്കോ പ്രയോജനപ്പെടുന്ന ഒരു ജീവിതമായിരിക്കണം. അതേ ഉള്ളൂ എനിക്ക് ആഗ്രഹം. എനിക്ക് പണം ഒരുപാട് ഉണ്ടാക്കണമെന്നോ പ്രശസ്തി വേണമെന്നോ പദവി വേണമെന്നോ ഒന്നും ഒരു ആഗ്രഹമില്ല. എനിക്ക് കിട്ടിയ ലിമിറ്റഡായിട്ടുള്ള കഴിവുകൾ ഭാഗ്യങ്ങൾ അതെല്ലാം ഉപയോഗിച്ചിട്ട് നല്ലൊരു ലൈഫ്. ഇപ്പം ഞാൻ ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നെന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരൊന്നും ഓർക്കത്തില്ല. എന്നെ ചുറ്റിപ്പറ്റിയുള്ള വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അടുത്ത തലമുറയാണേലും ഒരു 3 തലമുറ വരെ ചിലപ്പോൾ പറയുമായിരിക്കും, എൻ്റെ അമ്മയുടെ അമ്മ അല്ല എൻ്റെ അമ്മൂമ്മയുടെ അമ്മ ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുമായിരിക്കും. പക്ഷേ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടല്ല എന്നെ ഓർക്കേണ്ടത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന ഒരു ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞു എന്ന് ഇപ്പം എന്നോട് അടുപ്പമുള്ള ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, ചേച്ചിയോട് സംസാരിച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അതുപോലെ കുറേ ആൾക്കാരുടെ ഇടയിലൊരു
ഒരു മിന്നാമിനുങ്ങിൻ്റെ വെട്ട പരുത്ത്, അത്രേ ഉള്ളൂ. അതെ, ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ആത്മസംതൃപ്തി. നമ്മൾ ചെയ്യുന്ന ഒന്നുകിൽ നമുക്ക് സന്തോഷം കിട്ടണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷമോ പ്രയോജനമോ എന്തെങ്കിലും ഒരു നല്ല കാര്യം കിട്ടണം. തീർച്ചയായിട്ടും. അപ്പോൾ ഇനി ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, സ്ത്രീകളടങ്ങുന്ന നമ്മുടെ ഈ സമൂഹത്തിനകത്തേക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കാനായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ശാന്തി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ കൂടി കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന എൻ്റെ ഫ്രണ്ടും എൻ്റെ ഗുരുവും എല്ലാം ആയിരുന്നു എൻ്റെ ഹസ്ബൻഡ്. എൻ്റെ ശക്തിയും എൻ്റെ പ്രേരണ എല്ലാം എന്ന് പറയാം. അപ്പോൾ ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളാണ്. അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം ഞാൻ എന്നും ഓർക്കാറുള്ളതാണ്. നമുക്ക് കിട്ടുന്ന നമ്മുടെ കൈവെള്ള ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ്, നമുക്ക് കിട്ടുന്ന സമയവും പൈസ, നമ്മുടെ കഴിവുകൾ, ഇത് ആരോഗ്യം, ഇതെല്ലാം ഈശ്വരൻ തരുന്ന കാര്യങ്ങൾ. വേറെ ആർക്കും കൊണ്ട് എത്തിക്കാൻ പറ്റത്തില്ല ഈ കൈവെള്ളയിൽ. അത് നമുക്ക് കിട്ടുന്നത് നമ്മൾ 5 ഡിവൈഡ് ചെയ്ത് പോകണം. നമുക്ക് കിട്ടുന്ന ആ ഭാഗ്യങ്ങളെ ഒന്ന് നമുക്ക് വേണ്ടി തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളും ചെയ്യണം. അത് വേറെ ആരും ചെയ്യത്തില്ല. നമുക്ക് വേണ്ടിയിട്ട് നമ്മളല്ലാതെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. രണ്ടാമത്തേത് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ അച്ഛനമ്മമാർ, മക്കൾ, സഹോദരങ്ങൾ, അങ്ങനെയുള്ള. അടുത്തത് നമ്മുടെ ഫ്രണ്ട്സ്, സൊസൈറ്റി, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്ന കുറേ ആൾക്കാർ കാണും, നമ്മുടെ ചുറ്റുമുള്ള സൊസൈറ്റി. അടുത്തത് നമ്മളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കുറേ ജീവികളുണ്ട്, ആ ജീവികൾക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ പ്രകൃതി, നമ്മളെ നിലനിർത്തുന്ന പ്രകൃതി. ഇങ്ങനെ 5 ഡിവൈഡ് ചെയ്താലേ നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുമായിരുന്നു. അപ്പോൾ പൈസയാണേലും അതെ, അല്ലാതെ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇങ്ങനെ പിടിച്ച് ഇതെല്ലാം എനിക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ അടച്ച് എനിക്ക് മുറുക്ക പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ദൈവത്തിന് തരാൻ പറ്റും? നമ്മളിങ്ങനെ കിട്ടുന്ന ഇങ്ങനെ 5 ഡിവൈഡ് ചെയ്ത് ചിലവാക്കിക്കൊണ്ടിരുന്നാൽ ഈ കയ്യിൽ വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ വലിയ വലിയ സാധാരണ ആൾക്കാർ പറയാത്ത കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. അത് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫിൽ. അതെ, അതാ ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ ആ ഒരു വേ ഓഫ് തിങ്കിങ്, ഞങ്ങളുടെ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, തോട്ട് പ്രോസസ്സ്, അതിലേക്ക് മറ്റുള്ളവർക്ക് എത്താൻ പറ്റുന്നില്ലായിരുന്നു. അവർ അവരുടേതായ കംപ്ലൈൻറ്റുകൾ, അയ്യോ ഞങ്ങൾക്ക് അങ്ങനെ അസുഖം, ആരോഗ്യമില്ല, അല്ല ഇതാണ് അങ്ങനെയുള്ളൊരു വേറൊരു ഇത് വന്നപ്പോൾ നമുക്കതങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ നമ്മൾ രാവിലെ എണീറ്റാൽ അന്ന് എന്തൊക്കെ ചെയ്യണം? പക്ഷെ ഞങ്ങൾ താമസിക്കുന്നത് ഭയങ്കര കുഗ്രാമമാണെങ്കിലും ലോകം മുഴുവനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ പിന്നെ വാട്ടർ സേവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചിന്തകളിലൊക്കെ വരുന്നത്. ഞങ്ങളുടെ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം മമ്മൂട്ടിയൊക്കെ വന്ന് പലതുള്ളി എന്നൊക്കെ പറഞ്ഞ് പത്രത്തിലൊക്കെ ഈ കിണർ ചാർജ് ചെയ്യുന്നതിനൊക്കെ പറയുന്നതിന് ഒരുപാട് വർഷങ്ങൾ മുമ്പ് 2004 തന്നെ ഞങ്ങൾ കിണർ ചാർജ് ചെയ്യുമായിരുന്നു. ആ കുമളിയിലെ ഇടുക്കിയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ദൗർലഭ്യമാണ്. കിലോമീറ്ററുകളോളം പെണ്ണുങ്ങളിങ്ങനെ തലയിൽ കലവും ചുമന്നുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച ഭയങ്കര അതിദയനീയമാണ് ചൂട് സമയമാകുമ്പോൾ. പക്ഷെ ഞങ്ങൾക്ക് ഒരു വർഷം കിണർ വറ്റിപ്പോയി. ആ വർഷം ഞങ്ങളൊരു പാഠം പഠിച്ചു, ഇതിനി ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ കിട്ടുന്ന ഒരു തുള്ളി മഴവെള്ളം പോലും കളയാതെ നമ്മൾ കിണർ ചാർജ് ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത വർഷം തൊട്ട് ആ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാർക്കും നമ്മൾ വെള്ളം കൊടുക്കാൻ നമുക്ക് കിണറ്റിൽ വെള്ളം ഉണ്ടായി. ഞങ്ങൾക്ക് 3 കിണറുണ്ടായിരുന്നു. അതിലൊരു കിണറ്റിലെ വെള്ളം ഞങ്ങൾ നാട്ടുകാർക്കായിട്ട് അങ്ങ് കൊടുത്തേക്കുമായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു അവർക്കും ഒരു വലിയ സന്തോഷമായിരുന്നു. കാരണം നമുക്ക് ചില ഓർമ്മയിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഒരു ദിവസം ഞങ്ങൾ എവിടെയോ പോകാൻ നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ഒരു കന്നാസ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, സാറേ ഇതിനകത്ത് ഒരു കന്നാസ് വെള്ളം വേണം. വലിയ ഒരു ഇത്രയുള്ളൊരു പിന്നെ ഒരു 25 ലിറ്റർ കാണുമായിരിക്കും. കുഞ്ഞിൻ്റെ 28. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളമില്ല, കുറച്ച് വെള്ളം തരണമെന്ന് പറഞ്ഞു. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മൾ ആലപ്പുഴ ഇഷ്ടംപോലെ വെള്ളം ഉപയോഗിച്ച് ശീലിച്ച ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരാൾ വന്നിട്ട് പറഞ്ഞ് അതിനെന്തോ പൈസ എത്ര വേണ്ടെന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അയ്യോ ഇങ്ങനെയൊന്നും പറയരുത്, വെള്ളം എന്നൊക്കെ പറയുന്ന നമ്മുടെ സ്വന്തമൊന്നും അല്ല, നമുക്ക് ദൈവം തരുന്നതാണ്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ വെള്ളം കൊണ്ടുപോക്കോ, അതിന് അളവൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അതിനൊരു ബക്കറ്റും കയറും ഒക്കെ കൊടുത്ത് ആൾക്കാരെല്ലാം അവിടെ വന്ന് വെള്ളം കോരിക്കൊണ്ടു പോകുമായിരുന്നു. അങ്ങനെയൊക്കെ കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് ശരിക്കും ഒരു പുണ്യകർമ്മമായിട്ട് തന്നെ നമുക്ക് തോന്നുന്നത്. ശരിക്കും നിങ്ങൾ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളെന്ന് പറയുന്നതും ഇത് തന്നെ. അതെ 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 അത് എനിക്ക് തോന്നുന്നു ഉണ്ണികൃഷ്ണൻ സാറ് അത്രയും ഡീപ്പായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ
ഈ കാലഘട്ടത്തിൽ ആരും ഫാമിലിയോടോ അല്ലെന്നുണ്ടെങ്കിൽ മക്കളോടോ സുഹൃത്തുക്കളോടോ ഒന്നും പറഞ്ഞു കൊടുക്കാത്ത വേറിട്ട കാര്യം. അതെ, ഇതൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പാഠങ്ങൾ കിട്ടത്തില്ലായിരുന്നു. എത്ര വായിച്ചാലും നമുക്കിതൊന്നും വായിക്കുമ്പോൾ കിട്ടുമായിരിക്കും, പക്ഷെ നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ല. നമുക്കൊരു വേണ്ടപ്പെട്ട ഒരാളത് പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത് നമുക്ക് പിന്തുടരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ നല്ല സന്മനസ്സോടുകൂടി സാധിക്കുകയും ചെയ്യും. അപ്പം അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള പാഠമായിട്ട് നിങ്ങൾ കരുതുന്നത്, പഠിച്ച കാര്യം. ശരിക്കും ഇത് വളരെ വലിയ നല്ലൊരു പാഠം തന്നെയാണ്. ഇത് തന്നെയായിരിക്കണം നമ്മൾ നമ്മുടെ ഫാമിലിയുടെ അടുത്തും നമ്മുടെ അടുത്ത ജനറേഷനും നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പാഠം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാം ഉള്ളിലൊരു നമ്മളറിയാതെ ഒരു വലിയ ശക്തിയുണ്ട്, ഒരു ശക്തിയുടെ ഒരു സ്രോതസ്സുണ്ട്. അത് നമ്മൾ പലരും തിരിച്ചറിയുന്നില്ല. ഇപ്പം ഈ ശ്രീധരൻ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് 88 വയസ്സായി. അദ്ദേഹം ഇപ്പോഴും നല്ല ആരോഗ്യവാനായിട്ട് നടക്കുന്നത് എന്തുകൊണ്ട്? ആ ഒരു പോസിറ്റീവ് ചിന്തയാണ്. ആ ഒരു പ്രായത്തിലുള്ള പല ആൾക്കാരും ആരോഗ്യമില്ലായ്മയെക്കുറിച്ചും ഞാൻ ഇനി പ്രായമായി, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അതിന് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു തുടങ്ങും. അങ്ങനത്തെ ഒരു ഇതാണ്. അതുപോലെ പിന്നെ APJ അബ്ദുൽ കലാം, ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു മനുഷ്യന്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ എന്തോ പറയുന്നത്, ആ ഒരു ലെവലിലേക്ക് നമുക്ക് സാധാരണക്കാർക്ക് എത്താൻ പറ്റത്തില്ല, എങ്കിലും നമുക്ക് ഒരുപാട് പിന്നെ അനുകരണീയമായ ഒരു ചിന്താഗതിയാണ് അദ്ദേഹത്തിൻ്റെ. ആ ലാസ്റ്റ് നിമിഷം വരെ അദ്ദേഹത്തിന് അതുകൊണ്ടാണ് കർമ്മനിരതനായിട്ട് മരിക്കാൻ പറ്റിയത്. അതുപോലെ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് KS ചിത്ര. ഒരു അമ്മയുടെ സ്നേഹം അല്ലെ ഒരു മനസ്സ്, ആ ഒരു മാതൃത്വത്തിൻ്റെ വികാരം എന്താണെന്ന് അറിഞ്ഞിട്ടുള്ള എല്ലാവർക്കും അവർ അനുഭവിച്ച ആ ഒരു വിഷമത്തിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ കരഞ്ഞുകൊണ്ടിരിക്കാതെ എല്ലാ സന്ദർഭങ്ങളിലും വളരെ ചിരിച്ച മുഖത്തോടു കൂടി അവർക്ക് ഈശ്വരൻ കൊടുത്ത ആ ഒരു കഴിവിന് പിന്നീട് എത്രയോ അവാർഡുകൾ അവർക്ക് കിട്ടി. അപ്പോൾ അതൊരു ഭയങ്കര ഒരു കഴിവ്. അങ്ങനെ വേണം ജീവിതത്തെ നമ്മൾ സമീപിക്കാൻ. എല്ലാ മനുഷ്യർക്കും പ്രതിസന്ധികളുണ്ടാകും, അത് അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളുണ്ടായിരിക്കാം, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി. പക്ഷേ അതിനെ നമ്മൾ ഓവർകം ചെയ്തേ പറ്റൂ. നമുക്ക് ചില നിയോഗങ്ങൾ ഉണ്ട്. ഈ ഭൂമിയിലേക്കൊരു മനുഷ്യജന്മം എന്ന് പറയുന്നത് നിസ്സാരമല്ല. അപ്പോൾ അത് നമ്മൾ ഏറ്റവും നല്ലതായിട്ട് ജീവിച്ച് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ വരും തലമുറയ്ക്കും നല്ല ഒരു മാതൃകയായിട്ട് നമ്മൾ ജീവിക്കാൻ നമുക്ക് പറ്റും, എല്ലാവർക്കും പറ്റും. ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്തായിരിക്കും? തീർച്ചയായിട്ടും എനിക്ക് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം പ്രകൃതി സംരക്ഷണമാണ്. അപ്പോൾ അതിൽ നിന്നിട്ട് എൻ്റെ സമൂഹത്തിന് വേണ്ടി കൂടെ വരും തലമുറയ്ക്ക്, സമൂഹം എന്ന് പറഞ്ഞാൽ വരും തലമുറയ്ക്ക് ശുദ്ധവായു കിട്ടാനും പിന്നെ കൃഷി എൻ്റെ തട്ടകം അതാണ്. അപ്പോൾ ആ കൃഷി കൂടെ ഭാവി തലമുറയ്ക്ക് കുറേ നല്ല കൃഷിയെ സ്നേഹിക്കാനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ എനിക്ക് എന്തും ചെയ്യാമല്ലോ, എനിക്ക് ആരുടെയും അനുവാദമില്ലല്ലോ. അപ്പോൾ അവിടെ കുറേ നല്ല ഫ്രൂട്ട് ട്രീസൊക്കെ വെച്ച് നിറച്ച് കാപിടിച്ച് കിടക്കുന്ന ഒരു ഇത് ഭാവിയിൽ ആരെങ്കിലും വന്ന് കാണുമ്പോൾ, 1-2 തലമുറ കഴിഞ്ഞിട്ടായിരിക്കും അവരവിടെ വരുമ്പോൾ നിറച്ച് ആപ്പിളും ഓറഞ്ചും ഒക്കെ വിളഞ്ഞു കിടക്കുന്ന ഒരു പറമ്പിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് തോന്നും, അയ്യോ ഇത് പണ്ട് അവരിങ്ങനെ ചെയ്തുകൊണ്ടാണല്ലോ ഞങ്ങൾക്കിത് കിട്ടുന്നത്. ഇതുപോലെ നമുക്ക് ഒരു നമ്മുടെ വീട്ടിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കണം എന്നൊരാഗ്രഹം തോന്നിയാൽ എനിക്കതൊരു വലിയ ഇതായിരിക്കും. ഞാൻ ജീവിച്ചിരിക്കണമെന്നില്ല അന്ന്, എങ്കിലും അതുപോലെ കുറേ മരങ്ങൾ എൻ്റേതായിട്ട് ഒരു ചെറിയ ഒരു വനം, അതെൻ്റെ ഒരു ടാർഗറ്റാണ്. പ്രായം നോക്കാണ്ട്, ആരോഗ്യം നോക്കാണ്ട്, നല്ല മനസ്സോടുകൂടി, മടിയില്ലാതെ എല്ലാവർക്കും ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് ശാന്തി ഉണ്ണികൃഷ്ണനുണ്ട്. ശാന്തി ഉണ്ണികൃഷ്ണ മാഡത്തിൻ്റെ ഫാമിലിയുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ലൈഫ് TV ന്യൂസിന് വേണ്ടിയിട്ട് തന്ന മാഡത്തിന് വളരെയധികം നിറഞ്ഞൊരു നന്ദിയുണ്ട്. സന്തോഷമായിട്ടിരിക്കുക.